ഹലോ മച്ചാമാരെ, അക്ഷരമായിട്ടെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നും ഹരിപ്പാട് പോകുന്ന വഴിക്ക്, നാഷണൽ ഹൈവേയിൽ കായംകുളത്ത് നിന്ന് ഹരിപ്പാട് പോകുന്ന വഴിക്ക്, കായംകുളത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറി മാളേക്കൽ ജംഗ്ഷനിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ മാറി മുതുകുളത്തേക്ക് പോകുന്ന റൂട്ടിൽ എംപവർ ഓട്ടോ പാർക്ക് എന്നൊരു ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ മാനേജറായിട്ടുള്ള നമ്മുടെ ബിനു ചേട്ടനോട് ചോദിക്കാം. ബിനു ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോപ്പിലെ വീഡിയോ ആണല്ലോ നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും നമ്മുടെ പ്രേക്ഷകരോടൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ തുടക്കം. നമ്മൾ എവിടെ നിന്നാണ് തുടക്കം? നമ്മൾ ഇത് ഞങ്ങളൊരു മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയത് മെക്കാനിക്കൽ വർക്ക്, ഓക്കെ, പിന്നെ പെയിന്റിങ്ങും, പച്ച് വർക്ക്, പോളിഷിങ്, പിന്നെ സിറാമിക് കോട്ടിങ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളിപ്പം 1 വർഷക്കാലമായി ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഓക്കെ, ഇപ്പം തന്നെ 30-ൽ പരം വണ്ടികൾ സിറാമിക് കോട്ടിങ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് 1 വർഷത്തിന്റെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അടുത്ത കാലത്തായിട്ട് ഇതിന് ഓഫർ കൊടുത്താണ് ഇത് ചെയ്യുന്നത്. 25% ഓഫർ കൊടുത്തിട്ടാണ് ഈ സിറാമിക് കോട്ടിങ് ഇവിടെ നടക്കുന്നത്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും സിറാമിക് കോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെൻസ് വണ്ടി ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കസ്റ്റമറായിട്ട് ഉള്ള എല്ലാ ആൾക്കാർക്കും, നമുക്കൊരു 1000-ൽ പരം കസ്റ്റമർ ഇപ്പോൾ തന്നെ ഉണ്ട്, നിലവിലുണ്ട്. ഈ കസ്റ്റമർ എല്ലാം നമ്മളെ നല്ല രീതിയിലാണ് നമ്മുടെ വർക്കുകൾ മുന്നോട്ട് പോകുന്നുള്ള അടിസ്ഥാനത്തിൽ ഈ വർക്ക് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വീണ്ടും നമ്മൾ വർക്ക്ഷോപ്പ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പച്ച് വർക്കും പെയിന്റിങ്ങും എല്ലാം പെയിന്റിംഗ് ബൂത്തിന്റെ സംവിധാനത്തോടു കൂടി ചെയ്യാനുള്ള ഭാഗമായിട്ടുള്ള സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സിറാമിക് കോട്ടിങ് നടക്കുന്ന ഭാഗത്തേക്ക് പോകാം. ഇവര് സെറാമിക് കോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് സെറാമിക് കോട്ടിങ് ചെയ്യുന്ന ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? ശ്രീജിത്ത്. ഓക്കെ. ഇപ്പം ഈ വണ്ടിയുടെ പണി ഇപ്പോൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഓക്കെ. ഇപ്പോൾ എത്ര ദിവസം എടുക്കും ഒരു വണ്ടി ഫുള്ള് സെറാമിക് കോട്ടിങ് ചെയ്ത് കഴിയാൻ? 2 ദിവസം, 3 ദിവസം എടുക്കും അല്ലേ? ഓക്കെ. ഈ വണ്ടിയുടെ പണി ഇപ്പോൾ ഏകദേശം എത്ര തുടങ്ങിയതുള്ളൂ അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബെൻസാണ് ഇപ്പോൾ സെറാമിക് കോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ഹരീഷ്. ഓക്കെ. ഇവരാണ് അപ്പോൾ സെറാമിക് കോട്ടിങ്ങിൻ്റെ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഉൾവശം അല്ലേ? ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ 2 വണ്ടി ഇട്ട് ചെയ്യാൻ, 2 ഇനോവ ഇട്ട് ചെയ്യാവുന്ന ആ ഒരു സ്പേസ് ഉണ്ട്. സ്പേസിലാണ് നമ്മൾ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പം ചില കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഒരു സമയത്ത് 2 വണ്ടി ഇട്ട് ചെയ്യേണ്ട ആ ഒരു സംരംഭം ഉണ്ടായിരുന്നു. നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്ത് അങ്ങനെ കസ്റ്റമറെല്ലാം നമുക്ക് സംതൃപ്തരാണ്. നമ്മുടെ വർക്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മൾ ഓഫർ കൊടുക്കുന്നതിൻ്റെ പേരിൽ കൂടുതൽ കസ്റ്റമർ നമ്മളെ സമീപിക്കുന്നുണ്ട്. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസാണല്ലേ? ഓക്കെ. ഓഫീസ് സൗകര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ. ഫെബ്രുവരി 1-ാം തീയതി ആയപ്പോൾ 1 വർഷക്കാലമാണ്. ഓക്കെ. നമ്മൾ ഓഫീസിൻ്റെ കാഴ്ചകൾ. പിന്നെ അടുത്ത് ലോഞ്ചാണ്. വിശ്രമിക്കാനും ബെഡ്റൂം സൗകര്യം ഉൾപ്പെടെ. കസ്റ്റമർ ലോഞ്ച് അല്ലേ? കസ്റ്റമർ ലോഞ്ചാണിത്. ഓക്കെ. ഫാന്, സെറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ? അതുപോലെ തന്നെ ബാത്റൂം, TV. ബാത്റൂം സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഇത് എന്തോ കക്കയുടെ അല്ലേ? കക്കയാണ്. ഓക്കെ. അലങ്കാരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്തത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പെയിന്റിംഗ് വർക്കാണ്. ഓക്കെ. ഇത് പെയിന്റിംഗ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ വണ്ടി പെയിന്റിംഗ് കഴിഞ്ഞ് കിടക്കുമല്ലേ? കഴിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ. നമ്മളെല്ലാ വണ്ടികളുടെയും പെയിന്റിംഗ് ചെയ്തില്ലേ? ടച്ച് ആൻഡ് പോളിഷ്. ഇത് നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ടുള്ള വർക്ക്ഷോപ്പാണിത്. ഓക്കെ. വർക്ക്ഷോപ്പിലെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഉള്ള ഷെൽഫാണ്. ഓക്കെ. ഇത് ഗ്യാസ് ബിൽഡ് ചെയ്യാനുള്ള ഓക്സിജനും അസറ്റിലീനും നിറച്ച സിലിണ്ടറുകളാണ്. ഓക്കെ. അതുപോലെ നമ്മൾ ഓയിലാണ് വണ്ടിക്ക് വരുന്ന ഓയിൽ മാറാനുള്ള ക്യാനുകൾ ഓയിലുകളാണ് ഇരിക്കുന്നത്. ഓക്കെ. ഇത് നമ്മുടെ ഫോർമാനാണ്, ശ്രീനി എന്നാണ് പേര്. എന്തെങ്കിലും മെക്കാനിക്കൽ ഭാഗങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീനിയോട് സംസാരിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓയിൽ സർവീസ് അല്ലേ? ഓക്കെ.
പിന്നെ ചേട്ടാ നമുക്കിവിടെ എല്ലാ വണ്ടികളുടെയും വണ്ടികളുടെ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മെക്കാനിക്കൽ വർക്ക് JCB ഉൾപ്പെടെയുള്ള വണ്ടികൾ വന്ന് ആ മെക്കാനിക്കൽ വർക്കുകൾ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പെയിന്റർമാരാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? പ്രകാശ്. ചേട്ടൻ്റെ? എൻ്റെ പേര് സുനിൽ അല്ലേ? ഇന്നത്തെ വർക്ക് കഴിഞ്ഞോ? ഇന്ന് ഈ വണ്ടി 8 വർക്കായിരുന്നല്ലേ? 8 വർക്കെല്ലാം കഴിഞ്ഞല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത സർവീസ് അല്ലേ? വാട്ടർ സർവീസ് പോയിന്റിലേക്ക് പോവാം. ഓക്കെ. അത് കഴിഞ്ഞെങ്കിൽ അപ്പോൾ ഇത് വലിയ വാഹനങ്ങൾ വന്നു. ഓക്കെ റാമ്പ് അല്ലേ? ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള ടിപ്പർ, ടൂറിസ്റ്റ് ബസ്സുകൾ വന്ന് വാഷ് ചെയ്യാനുള്ള സംവിധാനത്തിലുള്ള റാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ. ആ സംവിധാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. അതിൻ്റെ വാട്ടറുകളൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വീണ്ടും റീസൈക്കിൾ ചെയ്യുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ പ്ലാന്റ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്കുള്ളത് പിന്നെ ഇത് ചെറിയ വാഹനങ്ങൾ ലിഫ്റ്റ് കയറ്റി വാഷ് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഓക്കെ. ഒരു സമയം 2 വാഹനങ്ങളിട്ട് വാഷ് ചെയ്യാൻ വാട്ടർ സർവീസ് ചെയ്യാനുള്ള സംവിധാനമാണ്. നമ്മുടെ വാട്ടർ സർവീസിൻ്റെ മുതിർന്ന ആളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ ഇൻചാർജ് കാർ വാഷിംഗ്. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ സർവീസ് എല്ലാം കഴിഞ്ഞോ? വാട്ടർ സർവീസ് കഴിഞ്ഞോ? കഴിഞ്ഞ് തുടച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ. ആ ബൊലീറയുടെ ഓക്കെ. സർവീസ് ചെയ്യുമ്പോൾ ഫുള്ള് അടിവശം മൊത്തം ഫുള്ള് സർവീസ് ചെയ്യുമല്ലേ? സർവീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ വാഹനങ്ങളുടെ അടിവശം ദ്രവിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബറൈസ്ഡ് പെയിന്റ് കൊണ്ട് നമ്മൾ റബ്ബർ കോട്ടിംഗ് ചെയ്യാറുണ്ട്. അണ്ടർ ബോഡി കോട്ടിംഗ് എന്ന് പറയും. ഈ വാഹനങ്ങളുടെ അടിവശം തുരുമ്പെടുത്ത് നശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ വാഹനങ്ങൾക്കും ഇങ്ങനെ റബ്ബർ കോട്ടിംഗ് പെയിന്റ് ചെയ്യാറുണ്ട്. അത് അണ്ടർ ബോഡി കോട്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് എല്ലാ വാഹനങ്ങൾക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്നും ഉണ്ടായിരുന്ന 2 വാഹനങ്ങൾ, ഇന്ന് 2 ഉണ്ടല്ലേ? ഇന്നും 2 വാഹനങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നലെ 3 വാഹനങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൊടുത്തു. നമ്മളിവിടെ ഫോം വാഷാണ് ഉപയോഗിക്കുന്നത്. ഈ ഫോം വാഷ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് വാഹനങ്ങളുടെ പെയിൻറ്റുകൾ ഒരിക്കലും ഫീഡാവത്തില്ല. സാധാരണഗതിയിൽ സർവീസ് സ്റ്റേഷനുകളിൽ ഈ ടീപ്പോളാണ് ഉപയോഗിക്കുന്നത്. ടീപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് പെയിൻറ്റ് ഫീഡാകാൻ സാധ്യതയുണ്ട്. ആ കാരണത്താൽ നമ്മൾ അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഫോം വാഷ് മാത്രമാണ് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ലിഫ്റ്റ് പുതിയ മോഡൽ വാഹനങ്ങൾ വന്നാൽ ഈ അലൈൻമെന്റ് വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ വീല് ഞാന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി, വീല് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി പഴയ മോഡൽ ലിഫ്റ്റിൽ കയറ്റിയാൽ വീൽ 2 സൈഡിലും തൂങ്ങി കിടക്കും. 4 വീല്. 4 വീല്. ഇത് ഈ ലിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 വീലും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമേ നിൽക്കും. പൊക്കി കാണിക്കാം. അതൊന്ന് പൊക്കി അതൊന്ന് ഉയർത്തിക്ക്. വണ്ടി സാധാരണ നിലത്തെങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ പൊങ്ങിയാലും കിടക്കും. ഓക്കെ. കിടക്കും. ഓക്കെ. ഇതാകുമ്പം ഈ വീല് പുതിയ മോഡൽ വാഹനങ്ങൾ ഈ വീല് ഇങ്ങനെ തൂങ്ങി കിടക്കാൻ പാടില്ല. നിലത്തെങ്ങനെ കിടക്കുന്നു ആ രീതിയിൽ തന്നെ കിടക്കണമെന്ന് ചില കമ്പനികളുടെ വാഹനങ്ങൾ നിർബന്ധമായിട്ട് പറയാം. അതിന് പുതിയ മോഡൽ ഈ മോഡൽ ലിഫ്റ്റാണ് ഇപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ സൈസ് വാഹനങ്ങളും നമ്മൾക്ക് ഇവിടെ സർവീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇത് അതിൻ്റെ മിഷൻ റൂമാണ്. പിന്നെ ഡെന്റിങ്ങിന് പാച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കിയിരിക്കുകയാണ്. പാച്ച് വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ സർവീസ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഈ 2 വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് കിടക്കുക. അത് സർവീസ് കഴിഞ്ഞ് അണ്ടർ ബോഡി കോട്ടും കഴിഞ്ഞതാണ്. 800 അണ്ടർ ബോഡി കോട്ട്. അണ്ടർ ബോഡി കോട്ടിങ് കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമല്ല അനുസരിച്ച് നമ്മൾ മിതമായ റേറ്റില്ല ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഈ അഴുക്ക് വെള്ളം വാഷ് ചെയ്യുന്ന അഴുക്ക് വെള്ളം റീപ്ലാന്റ് ചെയ്യുന്ന സാധനമാണ്. റീപ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ വെള്ളം തിരിച്ച് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മളത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഈ തെങ്ങിന്റെ ചോട്ടിലോട്ട് ശുദ്ധീകരിച്ച് വിടുകയാണ്. അതിനുള്ള പ്ലാന്റ് ആണ്. വെള്ളം വേസ്റ്റ് ആവുന്നില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം പരിസ്ഥിതിക്ക് യാതൊരു കോട്ടം തട്ടാത്ത രീതിയിലാണ് നമ്മൾ ഈ സർവീസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വണ്ടിക്കകം വാക്കം ചെയ്ത് ഇതിനകത്ത് കേൾക്കുന്ന
അഴുക്കും പൊടികളും എല്ലാം പിടിച്ചെടുക്കുന്ന വാക്വം ക്ലീനറാണിത്. ആധുനിക സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് നമ്മൾ സർവീസ് സെൻ്റർ പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ പബ്ലിക്കിന് വരാൻ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കി ഭാഗത്തോടെ വണ്ടി സംബന്ധം ഈ മോട്ടോർ സംബന്ധമായ കാര്യങ്ങൾ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പ് ആക്കി മാറ്റാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ മച്ചന്മാരെ, അങ്ങനെ നമ്മൾ പുറത്തെ വിശേഷങ്ങളെല്ലാം കണ്ടു, ഷോപ്പിലെ എല്ലാ വിശേഷങ്ങളും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓഫീസിനകത്തായിരിക്കുന്നത്. നമ്മുടെ ബിനു ചേട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ചേട്ടന് പറഞ്ഞേക്കാൻ നമുക്കൊന്ന് കേട്ട് വെക്കാം. ചേട്ടാ, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? വീഡിയോ കാണുന്ന ആൾക്കാരോട് നമ്മുടെ കസ്റ്റമറായിട്ടുള്ള 1000-ൽ പരം ആൾക്കാരുണ്ട്. അവരോട് ഇനിയും പറയാനുള്ളത്, നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി. ഈ സംരംഭം നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാരെ എല്ലാ ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും ഇവിടെ നമ്മൾ ഒരു ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഓഫർ കൊടുത്തുകൊണ്ടാണ് എല്ലാ വർക്കുകളും മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും കസ്റ്റമേഴ്സിന്റെ താല്പര്യം അനുസരിച്ച് എല്ലാ വർക്കുകളും, സിറാമിക് ആയാലും, വാച്ച് വർക്ക് ആയാലും, പെയിന്റിംഗ് ആയാലും, വാട്ടർ സർവീസിങ് ആയാലും, ഓയിൽ ചേഞ്ചിങ് ആയാലും, പെയിന്റിംഗ് ആയാലും, ഇതെല്ലാം നമ്മളുടെ കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് സമയബന്ധിതമായി ഈ വർക്കുകളെല്ലാം ചെയ്തു കൊടുക്കുന്നതിനും ആ ചെയ്യുന്ന വർക്കുകളുടെ കംപ്ലൈന്റുകൾ വന്നാൽ തന്നെ നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി മേലിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാകാത്ത രീതിയിൽ വർക്കുകൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങളുടെ കൂടെ ഇതുവരെ സഹകരിച്ചവരും ഇനി സഹകരിക്കാൻ ഇരിക്കുന്നവരോട് താല്പര്യപൂർവ്വം ഈ സ്ഥാപനത്തിൽ വന്ന് നമ്മളുമായിട്ട് സഹകരിച്ച് നമ്മളുടെ ഗ്രാമപ്രദേശത്തെ ഇങ്ങനെ ഒരു മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം കാറുള്ളവരും ഇനി കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതല്ലേ ചേട്ടാ? എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമ്മളൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും പുതുപുത്തം പോലെ കൊണ്ട് നടക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പം കാറുള്ളവരും കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും എല്ലാവരും ഈ ഒരു ഷോപ്പിലോട്ട് വരിക. നമ്മുടെ എല്ലാ വണ്ടികളും ഉണ്ട്. 4 വീലർ തൊട്ട് ഹെവി വെഹിക്കിൾസ് എല്ലാം ഉണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട്. അതുപോലെ തന്നെ 2 വീലർ 4 വീലർ സർവീസ് ഉണ്ടല്ലേ? എല്ലാ വണ്ടിയുടെ സർവീസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷോപ്പുമായിട്ട് എംപവർ എന്ന ഈ ഒരു ഷോപ്പുമായിട്ട് സഹകരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും മറക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.